ഫോക്കസ് നമ്പർ 2 അന്വേഷണം പരാജയം, അവർ കുറ്റവിമുക്തർ. രാജ്യത്തെ ആദ്യ ഹിന്ദുത്വ ഭീകരത എന്ന് അറിയപ്പെട്ട മലേഗാവിൽ സ്ഫോടനത്തിൽ പ്രതികൾ കുറ്റക്കാര് എന്ന് മുംബൈയിലെ പ്രത്യേക NIA കോടതി വിധിച്ചിരിക്കുകയാണ്. എല്ലാ പ്രതികളെയും കോടതി കുറ്റവിമുക്തരായിരിക്കുന്നു. ഈ സംഭവം നടന്ന് 17 വർഷത്തിന് ഇപ്പുറമാണ് കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, BJP നേതാവും മുൻ MP-യുമായ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, സൈനിക ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് ഉൾപ്പെടെ 7 പ്രതികളാണ് കുറ്റവിമുക്തരാണ് എന്ന് പ്രത്യേക NIA കോടതി വിധിച്ചിരിക്കുന്നത്. ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതിനെ കൂടാതെ വിരമിച്ച മേജർ രമേശ് ഉപാധ്യായ, അജയ് റഹിർക്കർ, സുധാകർ ദ്വിവേദി, സമൂർ കുൽക്കർണി, രാമചന്ദ്ര കൽസാഗ്രെ എന്നിവരെയാണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഇല്ല എന്നതാണ് കോടതി ഇക്കാര്യത്തിൽ ഇവരെ കുറ്റവിമുക്തരാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിനുള്ള പ്രധാന കാരണം. അന്വേഷണ ഏജൻസി പരാജയം എന്ന് കോടതി തന്നെ പരാമർശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോടതി പറഞ്ഞിരിക്കുന്നത് ധാരണകളുടെ അടിസ്ഥാനത്തിൽ ആരെയും ശിക്ഷിക്കാനാകില്ല എന്നതാണ്. ഇവർ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ്. മാത്രവുമല്ല, കോടതി ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നഷ്ടപരിഹാരം നൽകാനും നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്തായാലും രാജ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്ത കേസിലാണ് ഈ പ്രതികൾ ആയിട്ടുള്ളവർ കുറ്റവിമുക്തരാണ് എന്ന് കോടതി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. UAPA ഉൾപ്പെടെ ചുമത്തപ്പെട്ട കേസിലാണ്. പ്രതികൾക്കെതിരെ യാതൊരു തെളിവുകളുമില്ല എന്ന് കണ്ട് കോടതി ഇപ്പോൾ അവരെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ എന്തായിരുന്നു എന്ന് നോക്കിയാൽ, സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച ബൈക്ക് പ്രജ്ഞാ സിംഗിന്റെ പേരിലുള്ളതാണ് എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച RDX അത് എത്തിച്ചത് പുരോഹിതാണ് എന്ന് കണ്ടെത്തി. ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് പ്രസാദ് പുരോഹിതിന്റെ വീട്ടിലാണ് എന്നതും പ്രോസിക്യൂഷൻ വാദിച്ചു. 1300 പേജുള്ള കുറ്റപത്രമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചത്. ഫോറൻസിക് തെളിവുകൾ, ഫോൺ വിളി വിവരങ്ങൾ, സാക്ഷിമൊഴികൾ എന്നിവയും സമർപ്പിച്ചിരുന്നു പ്രോസിക്യൂഷൻ. കേസിന്റെ വിചാരണയ്ക്കിടെ ഏതാണ്ട് 323 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. ഇതിൽ 40 പേർ കൂറുമാറുന്ന സാഹചര്യവുമുണ്ടായി. അതേസമയം പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി തങ്ങളെ കുടുക്കാൻ ഉദ്ദേശിച്ച് ചെയ്തതാണ് ഈ കേസ് എന്നതായിരുന്നു പ്രജ്ഞാ സിംഗ് ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. തെളിവുകൾ കെട്ടിച്ചമച്ചതാണ്, നേരിട്ട് ഉള്ള തെളിവുകളില്ലാതെ പ്രതി ചേർത്തു എന്ന് അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. സാക്ഷികളുടെ വിശ്വാസ്യതയും ചോദ്യം ചെയ്തു. സൈനിക ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും രഹസ്യാന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഹിന്ദുത്വ സംഘടനയിലേക്ക് നുഴഞ്ഞു കയറിയത് എന്നുമാണ് കേണൽ പ്രസാദ് പുരോഹിത് ചൂണ്ടിക്കാട്ടിയത്. അഭിനവ് ഭാരത് എന്ന തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ ഭാഗമായി ഈ സംഭവത്തിൽ ഗൂഢാലോചനകൾ നടന്നു എന്നതായിരുന്നു പ്രതിഭാഗം ആരോപിച്ചിരുന്നത്. 2005 പ്രത്യേക കോടതിയിൽ ഈ അന്തിമ വാദം പൂർത്തിയായ 2025 ഏപ്രിലാണ് പ്രത്യേക കോടതിയിൽ അന്തിമ വാദം പൂർത്തിയായത്. ആ കേസിലാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വിധി പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളില്ല എന്നതാണ്. അതിൽ കോടതി ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾ ഇതാണ്. ബൈക്കിന്റെ ചേസ് നമ്പർ മാഞ്ഞുപോയ നിലയിലായിരുന്നു. അതാണ് പ്രജ്ഞാ സിംഗിനെതിരായ പ്രധാനപ്പെട്ട പ്രജ്ഞാ സിംഗിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. ആ ബൈക്ക്, ആ സ്ഫോടനത്തിന് ഉപയോഗിച്ച ബൈക്ക് പ്രജ്ഞാ സിംഗിന്റെ പേരിലുള്ളതായിരുന്നു എന്നതാണ്. പക്ഷേ അത് തെളിയിക്കുന്ന തെളിവില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ബൈക്കിന്റെ ചേസ് നമ്പർ മാഞ്ഞുപോയ നിലയിലാണ്. എഞ്ചിൻ നമ്പറിന്റെ കാര്യത്തിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രജ്ഞാ സിംഗിനെതിരായ വാദം കോടതി തള്ളുകയായിരുന്നു. കേണൽ പ്രസാദ് പുരോഹിതിനെതിരെയുള്ള ആരോപണങ്ങളും NIAക്ക് തെളിയിക്കാൻ ആയില്ല. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു എന്ന വാദത്തിന് അടിസ്ഥാനമില്ല എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. എന്താണ് മലേഗാവിൽ അന്ന് സംഭവിച്ചത്? 2008 സെപ്റ്റംബർ 29 മലേഗാവിൽ ബിക്കു ചൌക്കിന് സമീപത്തെ പള്ളിക്ക് സമീപം സ്ഫോടനം ഉണ്ടാകുന്നത്. ബൈക്കിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടി 6 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് സ്ഫോടനം വഴിവെച്ചത്. മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹേമന്ത് കർക്കറയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ആദ്യം ഈ കേസ് അന്വേഷിക്കുന്നത്. മഹാരാഷ്ട്ര ആന്റി ടെററിസം സ്ക്വാഡാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ അന്വേഷണം ആദ്യം നടത്തുന്നത്. തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അഭിനവ് ഭാരത് എന്ന
തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ സ്ഥാപകരായ പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെയും മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതിനെയും ഉൾപ്പെടെയുള്ള പ്രതികളെ കർക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മുസ്ലിം സമൂഹത്തോട് പ്രതികാരം ചെയ്യാൻ ഗൂഢാലോചന നടത്തിയെന്നും ഭോപ്പാലിലും ഇൻഡോറിലും മറ്റിടങ്ങളിലും യോഗം ചേർന്നു എന്ന കണ്ടെത്തലും ഈ അന്വേഷണ സംഘം നടത്തി. ഒപ്പം UAPAയും മക്കോക്ക വകുപ്പുകളും കേസിൽ ചുമത്തുകയും ചെയ്തു. പിന്നീടാണ് അന്വേഷണത്തിന് NIA എത്തുന്നത്. NIA 2012 കേസന്വേഷണം ഏറ്റെടുക്കുന്നു. 2016 വരെ പ്രജ്ഞാ സിംഗിന്റെ കേസിലെ പങ്കാളിത്തത്തിൽ സംശയം തോന്നാതിരുന്ന NIA പിന്നീട് പ്രജ്ഞാ സിംഗിനെ ഒഴിവാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. 12 പ്രതികൾക്കെതിരെ മക്കോക്ക ചുമത്തിയതും അന്ന് NIA ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ പ്രജ്ഞാ സിംഗിനെ വിചാരണ നേരിടണം എന്ന കാര്യം കോടതി നിർദ്ദേശിച്ചു. അത് NIA അന്ന് പ്രജ്ഞാ സിംഗിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടത് കോടതി നിരസിക്കുകയായിരുന്നു. അങ്ങനെ വിചാരണ നേരിടണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഈ കേസിന്റെ വിധി വരുമ്പോൾ അത് കാവി ഭീകരതയെന്ന ആരോപണം നേരിട്ട തങ്ങൾക്കേറ്റ വിജയം എന്നതാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂറിന്റെ പ്രതികരണം. അത് കാവി ഭീകരത എന്ന ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ പറയുന്നു. കാവിയുടെ വിജയം, ഭഗവാനെ അപമാനിച്ചവർ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ പ്രതികരിച്ചു. മനോരോഗികളായ ചിലരുടെ പ്രവർത്തികളുടെ ഇരയാണ് താനെന്നായിരുന്നു ഈ കേസിന്റെ വിധി വരുമ്പോൾ കേണൽ പ്രസാദ് പുരോഹിത് പ്രതികരിച്ചത്. ഒരു സൈനികൻ എന്നും രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളായിരിക്കും. ചിലർ അധികാരം തെറ്റായി ഉപയോഗിച്ചാണ് തന്നെ ഇതിൽ കുടുക്കിയതെന്നും പ്രസാദ് പുരോഹിത് പറഞ്ഞു. I'm extremely grateful to all of you. I'm extremely grateful to the country and all those who stood by me and by us. I'm grateful to the judiciary for understanding the case and delivering justice to all of us. I only will say that during all this fight, all my friends, my colleagues, especially the armed forces, my army, the way they stood by me, I have no words to express my gratitude towards all of them. We are a great country. I expect and I wish that everyone should contribute positively towards it. Malais are over, should not be there. Let's be forward looking. We are a developing nation. We are developed. ഈ കേസുമായി ബന്ധപ്പെട്ട് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സ്ഫോടനങ്ങളിലേക്ക് വെളിച്ചം വീശിയ കേസ് എന്ന നിലയിലാണ് ഇത് ശ്രദ്ധിക്കപ്പെട്ടത്. കുറ്റാരോപിതയായ പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ MP ആക്കിക്കൊണ്ടാണ് BJP അതിൽ തിരിച്ചടിച്ചത്. എന്തായാലും ഇപ്പോൾ ഈ കുറ്റവിമുക്തരാക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ അത് തങ്ങൾ പറഞ്ഞതിന്റെ വിജയമായി BJP കേന്ദ്രങ്ങൾ ആഘോഷിക്കുന്നു. അതേസമയം അന്വേഷണ ഏജൻസി പൂർണ്ണ പരാജയം എന്ന കോടതിയുടെ പരാമർശം നിലനിൽക്കെ അത് അന്വേഷണ ഏജൻസികളുടെ പരാജയമാണ്. അന്വേഷണ ഏജൻസികൾ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടതിന്റെ തെളിവായും മറ്റ് തരത്തിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നതിന്റെ തെളിവായും ഉള്ള വ്യാഖ്യാനങ്ങൾക്ക് കൂടുതൽ പ്രസക്തി ഏറുക കൂടിയാണ്. മാത്രവുമല്ല, ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾക്കിടെ അമിത്ഷാ സഭയിൽ പറഞ്ഞത് ഹിന്ദുക്കൾ ഭീകരവാദത്തിലേക്ക് പോകില്ല എന്നതായിരുന്നു. പക്ഷേ ഈ പ്രതികളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് നടത്തിയ വിധി പ്രഖ്യാപനത്തിൽ കോടതി ജഡ്ജി AK ലഹോട്ടി ഇന്ന് പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഭീകരവാദത്തിന് മതമില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മതവും ആളുകളെ തെറ്റായി പോകാൻ പ്രേരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിധി പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് എന്നതും വളരെ പ്രസക്തമാണ്.